ശബരിമല കേസിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് കേൾക്കുന്നത്, ഒരു ജില്ലാ ജഡ്ജി ആ കേസിൽ കുടുങ്ങുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ വസ്തുത? അതായത് ആ ജില്ലാ ജഡ്ജിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പേരൊന്നും നമ്മൾ പറയുന്നില്ല. അദ്ദേഹം ഇത് ഈ കൊള്ളയിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്കില്ല. പക്ഷെ കൃത്യവിലോപം എന്ന് പറഞ്ഞൊരു സംഭവം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് എന്ന് SITക്ക് തോന്നിയിട്ട് SIT ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി ഒരു ചോദ്യാവലി വെച്ചിട്ട് ഈ ജില്ലാ ജഡ്ജിയെ, ഇപ്പോൾ മധ്യ കേരളത്തിൽ അദ്ദേഹം ഒരു ജില്ലാ ജഡ്ജിയാണ്, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതാണ് കേൾക്കുന്നത്. പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലം ഉണ്ടല്ലോ, ഈ 2019 ഇത് കൊണ്ടുപോകുമ്പോഴൊക്കെ പോറ്റി, ആ സമയത്ത് സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്ന ജില്ലാ ജഡ്ജിയാണ്. കാരണം ഒരു ജില്ലാ ജഡ്ജിയാണ് അവിടെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഹൈക്കോടതിയുടെ നിയോഗിക്കുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവും കടമയും, കാരണം അദ്ദേഹത്തിന് എന്തും ചോദ്യം ചെയ്യാം അവിടെ, ബോർഡിന്റെ തീരുമാനങ്ങളെ വരെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ള ആളാണ് ഈ സ്പെഷ്യൽ കമ്മീഷണറായ ജില്ലാ ജഡ്ജി. അപ്പോൾ ദേവസ്വം മുതലുകള്, ദേവസ്വത്തിന്റെ സ്വത്ത് അത് സുരക്ഷിതമെന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ, അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. 2016 മുതൽ 2024 വരെ അദ്ദേഹം ജഡ്ജിയായിരുന്നു. അതിനുശേഷം R ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ജില്ലാ ജഡ്ജി 2024 സ്പെഷ്യൽ കമ്മീഷണറായിട്ട് വന്നിട്ട് അദ്ദേഹമാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടിരുന്നത്. അദ്ദേഹം ആ ഉത്തരവാദിത്തം നന്നായിട്ട് നിറവേറ്റിയിട്ടാണ് ഇത് കണ്ടുപിടിക്കപ്പെടുന്നത് തന്നെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യവിലോപമുണ്ടോ എന്നറിയാൻ ഒരു ചോദ്യാവലി തയ്യാറാക്കിയിട്ട് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ചോദ്യം ചെയ്യാനായിട്ട് SIT നീക്കം നടത്തുന്നതായിട്ടാണ് അറിയുന്നത്. അപ്പോൾ 2024 ജൂണില് സ്പെഷ്യൽ കമ്മീഷണറായി R ജയകൃഷ്ണൻ വന്നു. അതിന് മുമ്പത്തെ സ്പെഷ്യൽ കമ്മീഷണറെ പറ്റിയിട്ടാണ് ഈ സംശയമുള്ളത്. അപ്പോൾ 2025 ദ്വാരപാലക സ്വർണപ്പാളികൾ ഇളക്കി എടുത്ത വിവരം ഹൈക്കോടതിയെ അറിയിക്കുന്നത് ഈ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ സ്പെഷ്യൽ കമ്മീഷണർ വന്നതിന് ശേഷമാണ്. അതിന് മുമ്പത്തെ ഈ 8 കൊല്ലം ഒരേ സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നു, അദ്ദേഹം ഇത് അറിയിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വർണം പൂശാനായിട്ട് പോറ്റി 2024 പോറ്റിക്ക് കൊടുത്തു വിടുമ്പോൾ ഈ വിവരം ഹൈക്കോടതിയെ അറിയിക്കുകയാണ്. അങ്ങനെയാണ് ഇത് മുമ്പും സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ, അന്വേഷണം വേണം എന്നൊക്കെ ഹൈക്കോടതി പ്രഖ്യാപിക്കുന്നത്. ദൈനംദിന കാര്യങ്ങൾ, രേഖകൾ, ബോർഡ് തീരുമാനങ്ങൾ, ഇതൊക്കെ ഈ സ്പെഷ്യൽ കമ്മീഷണർക്ക് പരിശോധിക്കാം. അവിടെ ഉണ്ടാകുന്ന പാകപ്പിഴകളൊക്കെ അദ്ദേഹത്തിന് തടയുകയും ചെയ്യാം. അപ്പോൾ മുമ്പ് ഈ സ്പെഷ്യൽ കമ്മീഷണറെയൊക്കെ അറിയിക്കാതെയാണ് ഈ നീക്കം നടന്നിട്ടുള്ളതെന്ന് വേണമെങ്കിൽ കരുതാം. സ്പെഷ്യൽ കമ്മീഷണറെ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടുമ്പോൾ മാസ്റ്ററിൽ ഒപ്പിട്ടതായിട്ടൊന്നും കണ്ടിരുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. 2019 ജൂലൈ 19 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കൊണ്ടുപോവാണ്. 2019 ജൂലൈ 19 20-ാം തീയതി, ജൂലൈ 20-ാം തീയതി ശില്പങ്ങളിലെ പില്ലർ പ്ലേറ്റുകളിലെ പാളികളും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതൊക്കെ മഹസർ അതിലൊന്നും കൃത്യമായിട്ടല്ല ഇത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ചെമ്പ് രേഖപ്പെടുത്തിയിട്ടാണല്ലോ ഇത് പോകുന്നത്. ഇതൊന്നും അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർ പരിശോധിച്ചിട്ടില്ല. ആ ജില്ലാ ജഡ്ജി, ഇപ്പോൾ മധ്യ കേരളത്തിൽ ഉള്ള ജില്ലാ ജഡ്ജി. അപ്പോൾ ഉദ്യോഗസ്ഥ അകമ്പടിയോ പോലീസിന്റെ സംരക്ഷണമോ ഇല്ലാതെയാണ് പോറ്റിയുടെ കൈവശം ഇതൊക്കെ കൊടുത്തയക്കാനായിട്ട് തീരുമാനിച്ചത്. അതൊന്നും ഹൈക്കോടതിയെ അറിയിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇതൊരു നല്ല നീക്കം അല്ലേ ഇത്? തീർച്ചയായിട്ടും. ഇതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ഒന്ന്, ഈ സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതിൽ ഈ അതാത് കാലത്തെ ഭരണകൂടത്തിന് റോളുണ്ടോ? ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണ്ട് ജസ്റ്റിസ് KS പരിപൂർണന്റെ ഒക്കെ കാലത്ത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്ന സകല, ഓർക്കുന്നില്ലേ, ആ കണ്ഠര് മോഹനരെ വിളിച്ചിട്ട് ഒരിക്കൽ പുരുഷ സൂക്തം ഒന്ന് ചൊല്ലൂ
എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അയാൾക്ക് അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ പരിപൂർണ ജഡ്ജി എനിക്കും അറിയാമായിരുന്നു. പണ്ഡിതനൊക്കെ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. റിട്ടയർ ചെയ്ത ശേഷം ഞാൻ ഇടയ്ക്ക് പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം ശബരിമല കാര്യങ്ങളിൽ ഉണ്ടല്ലോ, തിരുവിതാംകൂർ, അത് നേരത്തെ തൊട്ടേ ഉണ്ട്. അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കാനായിട്ടൊരു സ്പെഷ്യൽ കമ്മീഷണറെ ഹൈക്കോടതി വെക്കുന്നത്. അത് ഹൈക്കോടതിയുടെ തീരുമാനവും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുമാണ് ആ സ്പെഷ്യൽ കമ്മീഷണർ അവിടെ ജാഗ്രത പുലർത്തേണ്ടത്. അത് ശരി. രണ്ടാമത്തെ കാര്യം, ഈ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടക്കുന്ന മീഡിയ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നീതിന്യായ ഉദ്യോഗസ്ഥൻ, ഇതിനൊക്കെ കാവല് നിൽക്കേണ്ട, സംശുദ്ധമാക്കി കൊണ്ടു നടക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെട്ടിട്ട് ഇതുവരെ നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്താ പണി? മാധ്യമങ്ങൾ അത് ചെയ്യാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധ്യമങ്ങളുടെ പേരിൽ ധാരാളം കേസ് വരും. അതുകൊണ്ട് പൊതുവെ മാധ്യമങ്ങൾ, ഞാൻ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാണ്, ഈ ജഡ്ജിമാരെ പോട്ടെ, ഈ അഡ്വക്കേറ്റ് ജനറൽ, പ്രധാനപ്പെട്ട വക്കീൽമാര്, ഇവരെ പറ്റി ഒന്നും മിണ്ടില്ല. തടി കാത്തുകൊണ്ടുള്ള പത്രപ്രവർത്തനം നടത്തി. കാരണം മാനനഷ്ട കേസൊക്കെ ധാരാളം വരുമല്ലോ, എവിടെ വെച്ചും എങ്ങനെയും കൊടുക്കാൻ കഴിയുമല്ലോ. അപ്പൊ അതുകൊണ്ട് പൊതുവെ ജഡ്ജിമാരെയൊക്കെ പറ്റി മിണ്ടാതിരിക്കുക. പലരും പല കച്ചവടത്തിലും ഒക്കെ പല ഇതും കോഴയും ഒക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു സംശയം കൂടി, അപ്പൊ സർവീസിൽ ഇരിക്കുന്ന ഒരു ജഡ്ജ് ഇതുപോലെ ഒരു കേസിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയോ, മീൻസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള സംഗതികളിലേക്ക് പോയാൽ എന്താണ് അതിന്റെ വിധി? എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് ആരുടെയൊക്കെ പെർമിഷൻ വേണം? അല്ല, ഇപ്പോ ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ SITയുടെ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ അനുവാദം ചോദിക്കും എന്ന് പറയുന്നത്. ഒരു ചോദ്യാവലി വെച്ചിട്ട് ചോദ്യം ചെയ്യണമെങ്കിലും വേണം. അതൊക്കെ പല കാര്യത്തിലും ഒക്കെ റിട്ടയർ ചെയ്ത ജഡ്ജിമാരെയും അല്ലാത്ത ജഡ്ജിമാരെയൊക്കെ ചില ഘട്ടങ്ങളിലൊക്കെ ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും വന്നിട്ടൊന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ജഡ്ജിമാർക്കെതിരെ സാധാരണഗതിയിൽ നടപടിയെടുക്കുന്ന ഹൈക്കോടതി രജിസ്ട്രാറുടെ മുമ്പിൽ ഒരു പരാതി വരും. അത് കഴിഞ്ഞിട്ടൊരു സംഗതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് അന്വേഷണമൊക്കെ നടത്തുക. വേണമെങ്കിൽ ജില്ലാ ജഡ്ജിമാർ കറപ്ഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിരിച്ചയക്കാറൊക്കെ ഉണ്ട്. ഹൈക്കോടതിയാണ് അത് ചെയ്യുക. രജിസ്ട്രാറുടെ നേതൃത്വത്തിലാണ് അത് കാര്യങ്ങളൊക്കെ. ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ നെഗ്ലിജൻസ് ആണോ അതോ ഇദ്ദേഹം ഇത് ബോധപൂർവം മറച്ചു വെച്ചതാവാനാണോ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതാണല്ലോ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടത്. നമ്മളിപ്പോ അങ്ങനെ ഒരു ആരോപണം നമ്മൾ ഉന്നയിക്കാൻ പാടില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും. പക്ഷേ എന്തായാലും ഈ പ്രമാദമായ കേസിൽ ഇത്ര സുപ്രധാനമായ ഒരു ഒമിഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് അത് ഒരു സംശയാസ്പദമായ കാര്യം തന്നെ. സംശയിക്കാനല്ലേ നമുക്ക് നിവൃത്തിയുള്ളൂ. ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഹൈക്കോടതിയൊക്കെയാണല്ലോ. ഹൈക്കോടതി ബാക്കി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ കീഴ്ക്കോടതിയിലൊരു ജഡ്ജിക്ക് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ആണ്, തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും ഇപ്പൊ മൂന്നാമത്തെ തൂണും പെട്ടു എന്നുള്ള ശബരിമലയിൽ എല്ലാവരും ഉണ്ട്. രാഷ്ട്രീയക്കാര്, ലെജിസ്ലേച്ചർ, ഇപ്പം മന്ത്രിമാര് ഉൾപ്പെടെയുള്ള ആളുകൾ, ദേവസ്വം ബോർഡ് ഉണ്ട്. 2 എക്സിക്യൂട്ടീവില് പ്രധാനപ്പെട്ട പലരും കുടുങ്ങി. അപ്പോൾ ലെജിസ്ലേഷനും എക്സിക്യൂട്ടീവും വന്നു, ഇപ്പോൾ ജുഡീഷ്യറിയും വന്നു. ഇനിയിപ്പോൾ പത്രപ്രവർത്തകരാരെങ്കിലും അതിനകത്ത് മുക്കിയവരുണ്ടോ എന്നുകൂടി നോക്കിയാൽ 4 തൂണും പെട്ടു. ഇപ്പൊ ഏതായാലും ഇപ്പൊ മൂന്നാമത്തെ തൂണ് പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇപ്പോ തേർഡ് എസ്റ്റേറ്റ് ആണ് ഇപ്പോൾ ഒടുവിലത്തെ വാർത്ത. പത്രപ്രവർത്തകരെ പറ്റി മാഷിനെ ആരോപിക്കാവുന്നത് അക്കാലത്ത് എന്തുകൊണ്ട് പത്രപ്രവർത്തകർ അറിഞ്ഞില്ല, റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഇതിപ്പോ നേരത്തെ കണ്ടെത്തേണ്ടവരാണല്ലോ, ഇവര് കണ്ടെത്താൻ കഴിയുന്നവരാണ് എന്നാണല്ലോ വെപ്പ്. പക്ഷെ ആ വിഗ്രഹത്തിന്റെ മൂട്ടിൽ നിന്ന് ഈ നെയ്യഭിഷേകം ഉണ്ടല്ലോ, ആ നെയ്യ് ഒലിച്ച് ഉരുകി വരുന്നത് ആ വിഗ്രഹത്തിന്റെ മൂട്ടിൽ തന്നെ ഒരു പൈപ്പ് വെച്ചിട്ടേ അത് നമുക്ക് ശേഖരിക്കാം എന്ന് പറഞ്ഞിട്ടൊരു നീക്കം നടന്നപ്പോൾ അത് പത്രപ്രവർത്തകർ പൊളിച്ചിട്ടുണ്ടല്ലേ? അല്ല, അപൂർവമായിട്ടെങ്കിലും നല്ല പത്രപ്രവർത്തനം ശബരിമലയിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കിടുന്നത്. ഈ ചോദ്യം ചെയ്യുന്നു എന്നത് പോലും ഒരു നീതിന്യായ പീഠത്തിലെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജിന് നേരെയാണ് ഈ ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. അത്തരത്തിലൊരു ഈ ശബരിമല കേസിന്റെ ഒരു വളരെ സുപ്രധാനമായൊരു ടേണാണത്. തീർച്ചയായിട്ടും അത് എൻ്റെ SIT ബാക്കി അന്വേഷണവും
ബാക്കി അതിന്റെ തുടർ നടപടികളൊക്കെ വരട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.